വെൽക്കം ബാക്ക് ടു PSC യശോമേധം. അപ്പോൾ ഇന്നലെ നടന്ന സെയിൽസ് അസിസ്റ്റന്റ് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 174/2025 ആണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തിരുവിതാംകൂറിലെ ഊരൂട്ടമ്പലം പ്രതിഷേധം നയിച്ചത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മഹാത്മാ അയ്യങ്കാളി. കേരളത്തിലെ ഇമ്മാനുവൽ കോട്ടയും സെന്റ് തോമസ് കോട്ടയും പണി കഴിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ സി ആണ്, പോർച്ചുഗീസുകാരാണ്. അടുത്തത് ഡാഷ് കാലത്ത് ദേശീയ ഐക്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമായിരുന്നു മരിയാനെ? അപ്പോൾ ഏത് വിപ്ലവത്തിൻ്റെ കാലത്തായിരുന്നു മരിയാനെ ദേശീയ ഐക്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമായിരുന്നത്? ഓപ്ഷൻ എ ആണ്, ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ദേശീയ ഐക്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമായിരുന്നു മരിയാനെ. 1936 ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി ആരംഭിച്ചത്? ഓപ്ഷൻ ഡി ആണ്, ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ ആണ് 1936 ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി ആരംഭിച്ചത്. പ്രസ്താവന എ. ജാതി അനീതിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് 1873 മഹാത്മാ ജ്യോതിബാ ഫൂലെ ഗുലാംഗിരി എന്ന കൃതി എഴുതി. കാരണം ആർ. ഈ പുസ്തകം സംസ്കൃത ഗ്രന്ഥങ്ങളെ ചോദ്യം ചെയ്യുകയും മഹാബലി, മഹിഷ തുടങ്ങിയ ആര്യന്മാരല്ലാത്ത യോദ്ധാക്കളെ വീരന്മാരായി അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. എയും ആറും ശരിയാണ്. ആർ എയുടെ ശരിയായ വിശദീകരണമാണ്. അതായത് ജാതി അനീതിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് 1873 മഹാത്മാ ജ്യോതിബാ ഫൂലെ ഗുലാംഗിരി എന്ന കൃതി എഴുതി. ഈ പുസ്തകം സംസ്കൃത ഗ്രന്ഥങ്ങളെ ചോദ്യം ചെയ്യുകയും മഹാബലി, മഹിഷ തുടങ്ങിയ ആര്യന്മാരല്ലാത്ത യോദ്ധാക്കളെ വീരന്മാരായി അവതരിപ്പിക്കുകയും ചെയ്തു. ഇത് രണ്ടും ശരിയാണ്. താഴെ പറയുന്നവരിൽ ആരാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ? പ്രശസ്തനായ ഒരു കലാകാരനും സിനിമാ പിന്നണി ഗായകനും കൂടിയാണ്. ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പുഷ്പവതി പൊയ്പാടത്താണ്. അടുത്തത് മൊഹോറോവിസിക് തുടർച്ചയില്ലായ്മയെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ 1ഉം 3ഉമാണ്. ഭൂകമ്പ തരംഗങ്ങളുടെ പ്രവണത താഴത്തെ പുറന്തോടിൻ്റെയും മുകളിലെ മാൻഡിലിൻ്റെയും അതിരുകൾക്കിടയിലുള്ള തുടർച്ചയില്ലായ്മയെ സൂചിപ്പിക്കുന്നു. 1909 എ. മൊഹോറോവിസിക്കാണ് ഈ തുടർച്ചയില്ലായ്മ കണ്ടെത്തിയത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് യൂട്രോഫിക്കേഷനിലേക്ക് നയിക്കുന്ന താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? യൂട്രോഫിക്കേഷനിലേക്ക് നയിക്കുന്ന താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? നദിയിലെ വിഷരാസവസ്തുക്കളുടെ സാന്ദ്രതയിൽ വർധനവ് എന്നുള്ളത് തെറ്റാണ്. അതുപോലെ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഉയർന്ന സാന്ദ്രതയാൽ മലിനമായ വെള്ളം എന്നുള്ളതും തെറ്റാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ശരിയല്ലാത്തത്. ആൻസർ ഓപ്ഷൻ സി ആണ്. താഴെ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് എ താപവൈദ്യുത നിലയങ്ങൾ, ലിസ്റ്റ് ബി സംസ്ഥാനവുമായി പൊരുത്തപ്പെടുത്തുക. ചന്ദ്രപൂർ താപവൈദ്യുത നിലയം ഏത് സംസ്ഥാനത്തിലാണ്? ചന്ദ്രപൂർ മഹാരാഷ്ട്രയിലാണ്. ബനാസ് താപവൈദ്യുത നിലയം ഗുജറാത്തിലാണ്. രാമഗുണ്ടം തെലങ്കാനയിലാണ്. ദുർഗാപൂർ പശ്ചിമ ബംഗാളിലാണ്. ഓക്കെ, ചന്ദ്രപൂർ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ബനാസ് ഗുജറാത്തിലാണ്. രാമഗുണ്ടം തെലങ്കാന. ദുർഗാപൂർ പശ്ചിമ ബംഗാൾ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്തത് കുമയോൺ ഹിമാലയത്തിൻ്റെ സ്ഥാനം കൃത്യമായി വിവരിക്കുന്നത് ഏതാണ്? കുമയോൺ ഹിമാലയത്തിൻ്റെ സ്ഥാനം എവിടെയാണ്? സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലാണ്. ഓക്കെ, സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലാണ് കുമയോൺ ഹിമാലയം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2 മാത്രം. തൃശ്ശൂരിലെ മണ്ണുത്തിയിലുള്ള കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഏത് വിള ഗവേഷണമാണ് നടത്തുന്നത്? ഓപ്ഷൻ എ ആണ്, അരി. ഓക്കെ, തൃശ്ശൂരിലെ മണ്ണുത്തിയിലുള്ള കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ അരിയുടെ ഗവേഷണമാണ് നടത്തുന്നത്. 2025 ജനുവരി 28 മുതൽ ഫെബ്രുവരി 14 വരെ നടന്ന 38ാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഉത്തരാഖണ്ഡാണ്. ശ്രീമതി ബാർബറ വൂട്ടന്റെ അഭിപ്രായത്തിൽ ചില പൊതു അധികാരികൾ സാമ്പത്തിക മുൻഗണനകൾ ബോധപൂർവം തിരഞ്ഞെടുക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതിനാണ് ബാധകമാകുന്നത്? ബാർബറ വൂട്ടന്റെ അഭിപ്രായത്തിൽ ചില പൊതു അധികാരികൾ സാമ്പത്തിക മുൻഗണനകൾ ബോധപൂർവം തിരഞ്ഞെടുക്കുന്നത് ഏതിനാണ് ബാധകമാകുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സാമ്പത്തിക ആസൂത്രണം. 1991 പുതിയ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന സവിശേഷതകൾ ഏതൊക്കെയാണ്?
ഓപ്ഷൻ എ ആണ് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. കാർഷിക വിളകളുടെ MSP നിശ്ചയിക്കുന്നതിനുള്ള C2+50% ഫോർമുല നിർദ്ദേശിച്ചുകൊണ്ട് ഉൽപാദന ചെലവ് C2 അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണമെന്ന് ആരാണ് നിർദ്ദേശിച്ചത്? ഓപ്ഷൻ ഡി ആണ് സ്വാമിനാഥൻ കമ്മീഷനാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ വിജയത്തിലേക്ക് നയിച്ചത്? ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ വിജയത്തിലേക്ക് നയിച്ചത് എന്താണ്? ഓപ്ഷൻ സി ആണ് തീവ്ര കാർഷിക ജില്ലാ പരിപാടി, തീവ്ര കാർഷിക മേഖലാ പരിപാടി, ഉയർന്ന വിളവ് നൽകുന്ന വൈവിധ്യ പരിപാടി. താഴെ പറയുന്നവയിൽ ഏതാണ് നേരിട്ടുള്ള നികുതി? ഓപ്ഷൻ ബി ആണ് കോർപ്പറേറ്റ് നികുതിയാണ്. ഇന്ത്യയിലെ നിലവിലുള്ള GST നിരക്ക് ഘടന ഏതാണ്? ഓപ്ഷൻ എ ആണ് 0%, 5%, 12%, 18%, 28%. 0, 5, 12, 18, 28. 1919 ഇന്ത്യ ഗവൺമെൻറ് ആക്ട് പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്? അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ആക്ട് 1919 പ്രകാരം ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? കേന്ദ്രത്തിലെ ദിസ്സഫ ശരിയാണ്, സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ശരിയാണ്, സ്ത്രീകൾക്ക് മാത്രം വോട്ടവകാശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവയെല്ലാം ശരിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞതെല്ലാം. 1976 42ാം ഭരണഘടനാ ഭേദഗതി ആക്ടിൻ്റെ ആമുഖത്തിൽ ചേർത്ത വാക്കുകൾ. 42ാം ഭേദഗതി വഴി ആമുഖത്തിൽ ചേർത്തത് ഏതൊക്കെ വാക്കുകളാണ്? സോഷ്യലിസ്റ്റ്, ഐക്യവും സമഗ്രതയും, മതേതരത്വം. സോഷ്യലിസ്റ്റ്, ഐക്യവും സമഗ്രതയും, മതേതരത്വം എന്നീ വാക്കുകളാണ് 42ാം ഭേദഗതി വഴി ആമുഖത്തിൽ ചേർത്തത്. ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗവർണർക്ക് താഴെ പറയുന്ന പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ ഗവർണറുടെ ചുമതലകൾ എന്തൊക്കെയാണ്? ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുക, സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ശുപാർശ ചെയ്യുക, സംസ്ഥാന നിയമസഭ പാസാക്കിയ ബിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി മാറ്റിവെക്കുക, ഒരു മന്ത്രി തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിലും മന്ത്രിസഭ അത് പരിഗണിച്ചിട്ടില്ലെങ്കിൽ ഗവർണർക്ക് മുഖ്യമന്ത്രിയോട് അത് കൗൺസിലിന് സമർപ്പിക്കാൻ ആവശ്യപ്പെടാം. അപ്പോൾ ഇവയെല്ലാം ഗവർണറുടെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ എല്ലാം ശരിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞതെല്ലാം. സംസ്ഥാനത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ എന്നതിനെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? അപ്പോൾ സംസ്ഥാനത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ എന്നതെന്താണ്? ഹൈക്കോടതി ജഡ്ജിയാകാൻ യോഗ്യതയുള്ള ആളാണ് അഡ്വക്കേറ്റ് ജനറൽ. ഗവർണറുടെ ഇഷ്ടമുള്ളിടത്തോളം കാലം അഡ്വക്കേറ്റ് ജനറൽ പദവി വഹിക്കും. അപ്പോൾ 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 330, 332 പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 330, 332 പറയുന്നത് എന്താണ്? ലോകസഭയിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള രാഷ്ട്രീയ സംവരണം, വിധാൻ സഭയിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള രാഷ്ട്രീയ സംവരണം. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം മാത്രം. മൂന്നാം കക്ഷി വ്യവഹാര ഫണ്ടിങ്ങിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയെന്ന് വിലയിരുത്തുക. മൂന്നാം കക്ഷി വ്യവഹാര ഫണ്ടിങ് അഥവാ TPLFനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയെന്ന് വിലയിരുത്തുക. ശരിയായിട്ടുള്ളത് 1ഉം 2ഉമാണ്. പൊതു താൽപ്പര്യ വ്യവഹാരങ്ങൾക്ക് TPLF സഹായിക്കുന്നു. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ വേഴ്സസ് AK ബാലാജി എന്ന വിധിന്യായത്തിൽ സുപ്രീം കോടതി TPLFന് പച്ചക്കൊടി കാണിച്ചു. അപ്പോൾ 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ആർട്ടിക്കിൾ 32 പരാമർശിച്ചിരിക്കുന്ന കാരണങ്ങളല്ലാതെ സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകാൻ പാർലമെൻറ്റിനെ അനുവദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 32 പരാമർശിച്ചിരിക്കുന്ന കാരണങ്ങളല്ലാതെ സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകാൻ പാർലമെൻറ്റിനെ അനുവദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ്? ഓപ്ഷൻ എ ആണ്, ആർട്ടിക്കിൾ 139 ആണ്. താഴെ പറയുന്നവയിൽ ഏതാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ സാങ്കേതിക വിഭാഗം അല്ലാത്തത്? കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ സാങ്കേതിക വിഭാഗം അല്ലാത്തത്. അപ്പോൾ ഇതിൽ വ്യവസായ അടിസ്ഥാന സൗകര്യ വിഭാഗവും സാമൂഹിക സേവന വിഭാഗവും കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ സാങ്കേതിക വിഭാഗങ്ങളാണ്. ഇതിൽ സംയോജിത ധനകാര്യ വിഭാഗം, പൊതു ധനകാര്യ നയ വിശകലന വിഭാഗം എന്നിവ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ സാങ്കേതിക വിഭാഗത്തിൽ പെടുന്നതല്ല. അപ്പോൾ 2ഉം 4ഉം മാത്രമാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്തത്, കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ തിരിച്ചറിയുക.
കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് 1, 2, 3 അപ്പോൾ ഇതിൽ ഒരു അന്വേഷണ സമയത്ത് ഒരു സിവിൽ കോടതിയുടെ അധികാരമുണ്ട് എന്നുള്ള പ്രസ്താവന ശരിയാണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ 1, 2, 3 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിച്ചത്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിച്ചത് ഓപ്ഷൻ ബി ആണ്, എറണാകുളമാണ്. എറണാകുളം. ഇന്ത്യയിൽ ദേശീയമായി പ്രഖ്യാപിച്ച ദുരന്തമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഉഷ്ണതരംഗം അഥവാ സൂര്യാഘാതമാണ്. അപ്പോൾ കീടാക്രമണം, മേഘവിസ്ഫോടനം, ശീതതരംഗം അഥവാ മഞ്ഞ് എന്നിവയ്ക്ക് ഇന്ത്യയിൽ ദേശീയമായി പ്രഖ്യാപിച്ച ദുരന്തങ്ങളാണ്. അടുത്തത് ആയുഷ്മാൻ വയവന്ദന കാർഡുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. അപ്പോൾ ആയുഷ്മാൻ വയവന്ദന കാർഡുമായിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഈ പദ്ധതി PMJAYയുടെ കീഴിൽ വരുന്നു. 5 ലക്ഷം രൂപ വരെ സൗജന്യ ആരോഗ്യ പരിരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ഒരേ വീട്ടിലെ എല്ലാ പ്രായമായ വ്യക്തികൾക്കും പരിരക്ഷ പങ്കിടും. അപ്പോൾ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. 70 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള 5 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള മുതിർന്ന പൗരന്മാർക്ക് മാത്രം എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. കേരള സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങൾ ഏത് വർഷമാണ് നടപ്പിലാക്കിയത്? ഓപ്ഷൻ സി ആണ്, 1960-ലാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഗ്രാമവികസന കമ്മീഷണറേറ്റിൻ്റെ കീഴിൽ വരാത്തത്? ഓപ്ഷൻ എ ആണ്, തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. 2024 ദേശീയ ഐക്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരംഭിച്ച പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ എ ആണ്, PM യുവ പ്ലാറ്റ്ഫോം. താഴെ പറയുന്നവ പൊരുത്തപ്പെടുത്തുക. അപ്പോൾ ദേശീയ ഹരിത ട്രിബ്യൂണൽ ഏത് വർഷമാണ് നിലവിൽ വന്നത്? ദേശീയ ഹരിത ട്രിബ്യൂണൽ 2010-ലാണ്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ 1988-ആണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ 2005, സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണൽ 1992-ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. 2024 വയലാർ രാമവർമ്മ സ്മാരക സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഓപ്ഷൻ ബി ആണ്, അശോകൻ ചരുവിലിനാണ്. 2024 ലോക ക്ലൈമറ്റ് ഉച്ചകോടി എവിടെയാണ് നടന്നത്? 2024 ലോക ക്ലൈമറ്റ് ഉച്ചകോടി, ലോക കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ്, ബാക്കുവിലാണ്. ബാക്കു. മനുഷ്യകോശങ്ങളിലെ ഗോൾഗി വസ്തുക്കളുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? ഓപ്ഷൻ ഡി ആണ്, പോസ്റ്റ് ട്രാൻസ്ലേഷൻ മോഡിഫിക്കേഷനും പ്രോട്ടീൻ പാക്കേജിങ്ങും. വിറ്റാമിൻ B1 അഥവാ തയാമിൻ കുറവുള്ള ഒരു രോഗി താഴെ പറയുന്നവ പ്രകടിപ്പിക്കുന്നു. അപ്പോൾ വിറ്റാമിൻ B1 അഥവാ തയാമിൻ്റെ അപര്യാപ്തത രോഗങ്ങൾ എന്തൊക്കെയാണ്? ബെറിബെറി, വെർണിക്കി കോർസാക്കോഫ് സിൻഡ്രം, പെരിഫറൽ ന്യൂറോപ്പതി എന്നിവ വിറ്റാമിൻ B1ൻ്റെ അപര്യാപ്തത രോഗങ്ങളാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഏത് ജനുസിൽ പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, ലെൻഡി വൈറസ്. ഇന്ത്യയിൽ ആദ്യമായി COPD തടയുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ലക്ഷ്യമിട്ടുള്ള താഴെ പറയുന്ന പൊതുജനാരോഗ്യ പരിപാടികളിൽ ഏതാണ് കേരളം ആരംഭിച്ചത്? ഓപ്ഷൻ ബി ആണ്, ഷോസ്. താഴെ പറയുന്നവയിൽ ഏതാണ് ന്യൂറോ ഡീജനറേറ്റീവ് രോഗമല്ലാത്തത്? ഓപ്ഷൻ ഡി ആണ്, അഡിസൺസ് രോഗമാണ്. അപ്പോൾ അൽഷിമേഴ്സ് രോഗം, പാർക്കിൻസൺസ് രോഗം, ഹണ്ടിങ്ടൺ രോഗം എന്നിവയൊക്കെ ന്യൂറോ ഡീജനറേറ്റീവ് രോഗങ്ങളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പശ്ചാത്തല വികിരണമുള്ള ജില്ലകൾ ഏതാണ്? ഓപ്ഷൻ സി ആണ്, കൊല്ലമാണ്. കേരളത്തിൽ നിന്ന് അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രൈമറി അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് എന്ന രോഗത്തിന് കാരണമാകുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, നെഗ്ലേറിയ ഫൗളേറി. 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം. 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം ഓപ്ഷൻ ബി ആണ്, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ്. ഭൂമിയെ ചുറ്റി വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ഒരു കൃത്രിമ ഉപഗ്രഹത്തെ പരിഗണിക്കുക. ഉപഗ്രഹത്തിൻ്റെ ചലനത്തെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി ആണ്, വേഗത സ്ഥിരമാണ് പക്ഷേ ത്വരണം വേരിയബിൾ ആണ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ശരിയായിട്ടുള്ളത് 2ഉം 3ഉമാണ്. തീവ്രത സ്ഥിരമായിരിക്കുമ്പോൾ വികിരണത്തിൻ്റെ ആവൃത്തിയിലെ വർധനവ് ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജ്ജത്തിലെ വർധനവിന് കാരണമാകും.
ആവൃത്തി സ്ഥിരമായിരിക്കുമ്പോൾ വികിരണത്തിൻ്റെ തീവ്രതയിലെ വർധനവ് കൂടുതൽ ഫോട്ടോ ഇലക്ട്രോണുകളുടെ പുറന്തള്ളലിന് കാരണമാകും. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉം ശരിയാണ്. അടുത്തത്, ഒരു ടാപ്പിൻ്റെ അറ്റത്ത് സ്വതന്ത്രമായി തൂങ്ങിക്കിടക്കുന്ന ഒരു തുള്ളി വെള്ളം ഗോളാകൃതി പ്രാപിക്കുന്നത് ഡാഷ് കാരണമാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. പ്രതലബലം. അടുത്തത്, 2025 ജനുവരി 16 ബഹിരാകാശ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഡാഷ് എന്ന പേരിലുള്ള ഒരു ദൗത്യത്തിൽ ISRO 2 ചെറിയ ബഹിരാകാശ പേടകങ്ങളെ ചേസർ, ടാർഗറ്റ് എന്നിവ വിജയകരമായി ബഹിരാകാശത്ത് ഡോക്ക് ചെയ്തു. വിടവുകൾ പൂരിപ്പിക്കുക. അപ്പോൾ ഈ ദൗത്യത്തിൻ്റെ പേരെന്തായിരുന്നു? സ്പാഡക്സ് ആണ്. സ്പാഡക്സ് ദൗത്യമാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. സ്പാഡക്സ്.